അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യം തന്നെ ഒരു ദുഃഖകരമായ ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, കോട്ടക്കൽ പറപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 ആളുകൾ, ഒരു ഉമ്മയും 2 മക്കളും കുളത്തിൽ മുങ്ങി മരിച്ചതായിട്ട് അറിഞ്ഞു കേട്ടോ. കാരണം അവർ അലക്കാൻ വേണ്ടി ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞു തുടങ്ങിയല്ലോ. വെള്ളം കുറഞ്ഞു തുടങ്ങിയപ്പോൾ അലക്കാനും ഒക്കെ വേണ്ടിയിട്ട് കുളത്തിലേക്കും ഒക്കെ പോവുമല്ലോ ചില ആളുകളൊക്കെ. അപ്പോൾ ഈ ഒരു സമയത്ത് സൈനബ എന്ന പേരുള്ള 45 വയസ്സുള്ള ഉമ്മയും 16 വയസ്സുള്ള ഫാത്തിമ എന്ന പെൺകുട്ടിയും അതുപോലെ 22 വയസ്സുള്ള മോനും ഉമ്മയും 2 മക്കളും കൂടിയാണ് കേട്ടോ പോയിട്ടുള്ളത് കുളത്തിലേക്ക്. അപ്പോൾ ഒരു മയ്യത്ത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നുണ്ട്. കാരണം അധികം ആഴമൊന്നുമില്ല, എന്നാലും ഒരു കുഴി ഉണ്ടെന്നാണ് പറഞ്ഞത് ആ ഒരു കുളത്തിൽ. ആളുകളൊക്കെ കുളിക്കാനും നീന്താനൊക്കെ പോകുന്ന സ്ഥലം തന്നെയാണ്. അപ്പോൾ ഒരു മയ്യത്ത് മാത്രം പൊങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ ആരോ അതിന് പോയതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു മയ്യത്ത് കിടക്കുക കണ്ടപ്പോൾ സംശയം തോന്നിയപ്പോൾ അപ്പുറത്ത് 3 കൂട്ട് ചെരുപ്പ് 6 ചെരുപ്പുണ്ട്. അപ്പോൾ 3 പേരും 2 പേരും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കി. തൊട്ടപ്പുറത്തായിട്ട് അലക്കി വെച്ച തുണികൾ ബക്കറ്റിലുണ്ട്, അതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു പക്ഷേ എന്ത് സംഭവിച്ച അല്ലാഹു അഅലം. ഇനി ഒരു കുട്ടി, ഇനി മകള് താവാൻ നിൽക്കുന്ന സമയത്ത് മകൻ ചാടിയോ, അതോ അതിൻ്റെ പിന്നാലെ ഉമ്മ പിടിക്കാൻ പോയോ, എന്താ അല്ലാഹു അഅലം. അതോ ഉമ്മ കാല് തെറ്റി അതിൽ വീണോ, എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും ഷഹീദിൻ്റെ കൂലി നൽകട്ടെ, ആമീൻ. കാരണം വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ട ഷഹീദിൻ്റെ കൂലിയാണല്ലോ. എന്താ യഥാർത്ഥ സംഭവം ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഞാൻ വിവരം കിട്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. കാരണം നമ്മളെ മക്കളെയും കൊണ്ടൊക്കെ കുളത്തിലൊക്കെ പോകുമ്പോൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാമല്ലോ. ശരിയാണ്, വിധിയായിരിക്കും. നമ്മുടെ ആയുസ് കഴിഞ്ഞിട്ടുണ്ടാവും അവരുടെ, അതായിരിക്കും അങ്ങനെ വന്നത്. എന്തായാലും 3 മയ്യത്തുകൾ അതിൽ നിന്ന് കിട്ടി. അത് കോട്ടക്കൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും എന്താ ഏതാ സംഭവം ഒന്നും ശരിക്കും അറിഞ്ഞിട്ടില്ല. എന്തായാലും പഠിച്ച റബ്ബേ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഇപ്പോൾ 2-3 മരണങ്ങളാണ് ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ കേൾക്കുന്നത് അല്ലേ. മിഞ്ഞാന്ന് ആ കുട്ടിയെ കൊന്ന ആ ഒരു കഥ, അത് ശരിക്ക് കരുതി കൂട്ടി ചെയ്തതാണ്. പിന്നെ ഇന്നലെ ഞാൻ നേരത്തെ വിട്ടല്ലോ, ബസ്സിൽ വെച്ചിങ്ങനെ ലൈംഗികമായിട്ട് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണ് വീഡിയോ എടുത്ത് വിട്ട്. അയാളുടെ മാനാകെ നഷ്ടപ്പെട്ട് അദ്ദേഹം ഇന്നലെ ജീവനൊടുക്കിയെന്നാണ് അറിയാൻ കഴിയുന്നത് രാവിലെ. ഇപ്പോൾ ഇത് വീണ്ടും 3 ആളുകൾ ഒരുമിച്ച് അറിയാതെ. ഇതെന്ത് സംഭവം അറിയില്ല. പഠിച്ചവൻ ആരും വെള്ളത്തിലേക്ക് തള്ളിയിട്ടൊന്നാവില്ല. കാരണം 22 വയസ്സായ മകനുണ്ട്, പിന്നെ 16 വയസ്സായ മോള്, ഉമ്മയും 2 മക്കളും അലക്കാൻ വേണ്ടി നമ്മൾ മക്കളെ ബൈക്കുമ്മലൊക്കെ അങ്ങനെ പോവുമല്ലോ അലക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ അല്ലേ. ബക്കറ്റും സാധനങ്ങളൊക്കെ കൊണ്ടൊക്കെ. എന്താ സംഭവം, ഇനി അടുത്താണോ എന്താ അറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം നൽകട്ടെ, ആമീൻ. ഷഹീദിൻ്റെ കൂലി നൽകട്ടെ. മുങ്ങി മരിക്കാന്നൊക്കെ വെച്ച റബ്ബേ, ആലോചിക്കാൻ കൂടി കഴിവില്ല. നമുക്കൊരു ശ്വാസം കിട്ടാത്തൊരവസ്ഥ. ശരിക്കും 3 മിനിറ്റ് നമ്മൾ വെള്ളത്തിൽ മുങ്ങിയാൽ തന്നെ മരിക്കുന്നതാണല്ലോ. 3 മിനിറ്റോട് നമ്മൾ ശ്വാസം പോകുന്നതാണല്ലോ റബ്ബേ. നമ്മളൊക്കെ ഒന്ന് മുങ്ങിപ്പോകുമ്പോഴത്തെ ആ ഒരു അവസ്ഥ, കുറച്ച് സമയം ശ്വാസം കിട്ടാൻ തന്നെ എൻ്റെ റഹ്മാനെ, എൻ്റെ റബ്ബേ അല്ലാഹ്, നമ്മളെ മരണമൊക്കെ എങ്ങനെ പടച്ച റബ്ബ് കണക്കാക്കണ അറിയില്ല. എന്തായാലും പടച്ച റബ്ബ് നമ്മളെ മരിക്കുന്ന സമയത്ത്, ജനിച്ചതാണല്ലോ കുല്ലു നഫ്സിൻ ദാഹിഖത്തുൽ മൗത്ത് എന്നാണല്ലോ, ജനിച്ചാലും മരണം ഉറപ്പാണ്. നമ്മുടെ മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ മരണപ്പെട്ടതാണ്, വഫാത്തായതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾക്കൊക്കെ നിർബന്ധമായൊരു സംഭവമാണ്. ഒന്നും ഇല്ലെങ്കിലും അതുണ്ടാവും അല്ലേ. ഒന്നും നമുക്ക് ഈ ദുനിയാവിൽ ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും അത് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനോട് കൂടിയുള്ള മരണം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, മരണം ഹൈറാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. പഠിച്ചോൻ അത് മാത്രം ദുആ ചെയ്യട്ടോ, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ആ ഒരു ചിന്ത നമ്മൾ ഫസ്റ്റ് ആഖിറത്തിന് വേണ്ടി ദുആ ചെയ്യുക, പിന്നെ ദുനിയാവത്തെ കാര്യങ്ങൾ. അങ്ങനെയാണല്ലോ ഉസ്താദുമാരൊക്കെ നമ്മളോട് പറഞ്ഞു തരാറുള്ളത് അല്ലേ. എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആരൊക്കെയോ ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പൊതുപരീക്ഷയാണ്, മദ്രസയിൽ പൊതുപരീക്ഷയാണ്, സ്കൂളിൽ 10ാം ക്ലാസ്സിലത്തെ പരീക്ഷയാണ്, SLC പരീക്ഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കമൻ്റ് ഇടുന്നുണ്ട് കേട്ടോ. ആ മക്കൾക്ക് ഉന്നത വിജയം നൽകുവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവർക്കും പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ഈ സ്റ്റോറി കാണുന്നതിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളായിരിക്കും ആ ഒരു നല്ല ആൾ, ഈ കേൾക്കുന്ന നിങ്ങളായിരിക്കും. അല്ലാഹു
ഓരോരുത്തർക്കും ഓരോ ഇത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പടച്ച റബ്ബ് ആരുടെ ദുആയാണ് അള്ളാഹു സ്വീകരിക്കുക പറയാൻ പറ്റൂലല്ലോ. എന്തായാലും ആ കമൻ്റ് ഇട്ട എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നത വിജയം നൽകട്ടെ. പൊതുപരീക്ഷയിൽ നല്ല ++ വിജയം നൽകട്ടെ. SLC പരീക്ഷയിലും തന്നെ നല്ല റാങ്കൊക്കെ വാങ്ങാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. പഠിക്കാനും നല്ല ഓർമ്മശക്തി ഉണ്ടാകാനൊക്കെയുള്ള ഭാഗ്യം നല്ല രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ആരുടെയൊക്കെയോ ദുആ കൊണ്ട് പലരും ദുആ ചെയ്യാൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ. നമ്മളുടെ ആരുടെയെങ്കിലും ഒരു ദുആ പടച്ച റബ്ബ് സ്വീകരിച്ചാലോ. ഇൻഷാ അല്ലാഹ് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം കേട്ടോ. പിന്നെ നമ്മളെ സമീറയ്ക്ക് ഇരട്ടക്കുട്ടികളാണെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കമൻസ് വന്നിട്ടോ. എനിക്ക് ഇരട്ടക്കുട്ടികളാണ്, എൻ്റെ മോൾക്ക് ഇരട്ടക്കുട്ടികളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നു. വല്ലാത്ത സന്തോഷത്തെ അള്ളാഹു അനുഗ്രഹങ്ങൾ ഒരുമിച്ച് തരികയാണല്ലോ അല്ലേ. എന്തൊക്കെ തന്നെയാണ് നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ. തൻ്റെ മകന് എടുത്തു വെച്ച ആ ഒരു ഐഷുമ്മ തന്ന മന്തി അത് മുഴുവനായിട്ട് ഷെറീനെ വലിച്ചു വാരി കഴിക്കുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ജമീലത്താത്താക്ക് സങ്കടമാണ് വന്നത്. എന്നാലും എൻ്റെ കുട്ടിക്കും കൂടി കരുതി തന്നതായിരുന്നു. അപ്പോഴേക്കും ഓള് വന്നത് എന്താ തീറ്റ. ആയിക്കോട്ടെ, സാരല്ല, സ്വഭാവമൊക്കെ നന്നായി കിട്ടിയാൽ മതി, മക്കളൊക്കെ നോക്കിയാൽ മതി. എന്നാൽ അവൾ ഉമ്മ കുറച്ച് വെള്ളം എടുത്താണേ. ഉമ്മ വെള്ളം എടുത്തു കൊടുത്തു. ഇന്ന വെള്ളം. അല്ലമ്മ എന്തായി എൻ്റെ നാത്തൂൻ്റെ കാര്യം എന്തായി? ഉസ്താദ് ഒഴിവാക്കിയോ? ഇവിടെ ഉണ്ടോള്? ഇങ്ങോട്ട് തന്നെ വന്നോ? എന്തിനാണ് ഇങ്ങോട്ട് കയറ്റണത്? ഈ ഐഷുമാക്ക് എന്താ പിരാന്തുണ്ടോ? ആ പെണ്ണിനെ ഉസ്താദ് ഒഴിവാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ആ പെണ്ണ് മച്ചിപ്പെണ്ണാണ് ഉസ്താദിന്. അതെങ്ങനെയടി നിങ്ങളറിഞ്ഞേ? അങ്ങനെയാണ് 5 കൊല്ലം എൻ്റെ ആങ്ങളുടെ ഒപ്പം എന്നിട്ട് കുട്ടികളുണ്ടായിട്ടില്ല. ഇഞ്ഞിട്ടപ്പോൾ നിങ്ങൾ പിന്നെ അതൊക്കെ ഉസ്താദ് ഒഴിവാക്കും, നോക്കിക്കോളിട്ടോ. എന്നാൽ ഷെറീനയും റാഹിലയും എഴുതി കൊടുത്തയച്ച ആ ഒരു കത്ത് അത് ഉസ്താദിന് കിട്ടിയിട്ടുണ്ടാകും. ഉസ്താദ് അത് വായിച്ചിട്ട് സമീറയെ വെറുത്തിട്ടുണ്ടാവും എന്നുള്ള രീതിയിലായിരുന്നു അവർ നിന്നിരുന്നത്. എന്നാൽ ഷമ്മാസ് അതില്ലായ്മ ചെയ്തത് അതൊന്നും അവരറിഞ്ഞിട്ടില്ല. അവർ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. സമീറ നരകിക്കണം. ഓള് എന്ത് കരുതിയിട്ടാ അങ്ങനെ അപ്പോത്തിൻ്റെ കല്യാണത്തിനൊക്കെ സമ്മതിച്ചത്? എത്ര ഉഷാറ ഉൾക്കൊണ്ട് ഒഴിവാക്കാനാവും. പെട്ടെന്നായിരുന്നു ഒക്കെ. എല്ലാ പെണ്ണുങ്ങളും ഒരെല്ലാം കാത്തുക്കും പുതിയാപ്പിള്ളാർ തിരിച്ചു വരുമോ അറിയാൻ വേണ്ടിയിട്ട്. ഇത് എത്ര പെട്ടെന്നാണ് ഓൾ പണി അയച്ചതെന്നോ. ഓൾക്ക് വേറെ ദിനം വേണ്ടിയിട്ടേ നോക്കിക്കൊണ്ടിടി. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഓൾ ഇവിടെ എത്തും. അല്ലമ്മ, പുത്തൻവീട് തറവാട്ടിക്കുള്ള എത്തിക്കണോ? എന്തിന്? അല്ലേ, ഏതായാലും ഉസ്താദ് അവളെ കൊണ്ടെടുക്കൂല. ആ മച്ചിനെ ആർക്ക് വേണം? ഉസ്താദ് കൊണ്ടെടുക്കൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഉറപ്പം തന്നെ അവൾ പറഞ്ഞേക്കും. നിങ്ങൾ നോക്കേണ്ടി, വെറുതെ ആരും തലയിൽ ഭാരം കയറ്റിക്കൂരല്ലോ. എന്നാൽ അവർ ഒന്നും മിണ്ടിയില്ല അതിനെക്കുറിച്ച്. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഈ നാട്ടുകാരെ വലിയ വിവരം ഉണ്ടല്ലോ. ഇത് ഏതായാലും നിങ്ങൾ തിരക്കിടില്ല. പെരയിലൊന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിലും വല്ലാത്തൊരു ആശ്വാസം ഉണ്ടേനു. ആ മക്കളെങ്കിലും എനിക്കൊന്ന് ശരിക്കും നോക്കാനൊന്ന് നിന്നൂടെ? നിങ്ങൾക്ക് മടുത്തൂലേ? ഇപ്പോൾ പേരക്കുട്ടികളാണ്. പേരക്കുട്ടികളെ വിചാരിച്ചു കണ്ട് എങ്ങനെ തലയും വെക്കല്ലായിരുന്നോ? ഇപ്പം എന്താ, ഞാൻ പോയപ്പോൾ ഞാൻ ജോലിക്ക് പോണ്, അല്ലാതെ ഞാൻ ഇവിടെ പെരയിൽ നിൽക്കൊന്നുമില്ല. പെരയത്തെ പണിയെടുത്തിട്ട് ഇപ്പം എന്ത് കിട്ടാനാ? എന്തെങ്കിലും ജോലിക്ക് പോയാലേ അവിടുന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് പൈസെങ്കിലും കിട്ടും. ഇവിടെ നിന്നിട്ട് എന്ത് കിട്ടാനാ? എന്ത് തേങ്ങ ഇവിടെ കിട്ടുക? പിന്നെ ഓട്ടോറിക്ഷ ഉന്തിക്കൊണ്ട് എൻ്റെ പുതിയാപ്പിള എന്ന് പറഞ്ഞൊരു ഒരുത്തൻ, അത് എപ്പോഴെങ്കിലും ഓട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അത് കിട്ടിയെങ്കിലായി. അതെ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ ജോലിക്ക് പോവാണ്. നിങ്ങൾ അത് കരുതി നിൽക്കണ്ട. അപ്പം എൻ്റെ മക്കളെ ഞങ്ങൾ തലയിൽ വെച്ച് നടക്കല്ലേ. മക്കൾ സ്കൂൾക്ക് പോവും, വരും. കുട്ടികളെ വലിയ ഇവിടെ. എനിക്കിപ്പോൾ എന്താ ബേജാറ്? ഷെറീനയുടെ വാക്ക് കേട്ട് ജമീലത്താത്ത ശരിക്കും ഞെട്ടി. എൻ്റെ റബ്ബേ, അതെ, ചിലപ്പോൾ അങ്ങോട്ട് എത്തിക്കഴിയൂല. രാവിലെ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കലും ഓർക്കുള്ള ചായയും കടി ഉണ്ടാക്കലും ചോറും കൂട്ടാനും ഉണ്ടാക്കി കൊടുക്കലും. എൻ്റെ മോഹന് റഷീദിനെ ഞാൻ പോറ്റി വളർത്തിയതാണ്. ഓൻ്റെ മക്കളെ പോറ്റുകയെന്ന് വെച്ചാൽ എനിക്ക് പൂതില്ലായിട്ടല്ല, തടി കൊണ്ടുണ്ട് കഴിയൂല. അതുകൊണ്ടല്ലേ ഞാൻ ഐഷുമ്മാൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോകുന്നത്. ആദ്യമൊക്കെ എന്തെങ്കിലും പണിക്ക് ഞാൻ കൂടി കൊടുത്തിന്. ഇപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ടാണ്. വയ്ക്കുന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ, ഞാൻ അവിടെ നിൽക്കൂലേ? ഓരെനിക്ക് പൈസ തരും ചെയ്യും. ഇപ്പം എനിക്ക് തടി കൊണ്ട് വയ്ക്കൂല, അതുകൊണ്ട് ഞാൻ പോവില്ല.
ഇനിയിപ്പോൾ ഞാൻ ചെന്നാൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ഉള്ളി എന്തെങ്കിലും തൊലിച്ചു കൊടുക്കുക എന്നൊക്കെ തന്നെ അല്ലാതെ ഈ കുട്ടികളായിട്ട് മല്ലിക്കെട്ടാമെന്ന് എനിക്ക് കഴിയൂല. രാവിലെ തന്നെ നീച്ചുകാണ്ട് കുട്ടികൾക്ക് മദ്രസക്ക് പോകണം, അപ്പോഴത്തേന് ചായയും കടി ഉണ്ടാക്കണം, സ്കൂൾക്ക് പോകണം, അപ്പോഴത്തേന് ചോറും കൂട്ടാനും ഒക്കെ റെഡിയാക്കി വെക്കണം. അതൊന്നും വെച്ചിട്ടല്ല. ഇപ്പം മരോള് പറഞ്ഞിട്ടില്ല അവൾ ജോലിക്ക് പോവാണ്. എന്നാൽ അതാ ഉമ്മ പറയുന്നു, നോക്കേ ഇജ്ജ് ജോലിക്ക് പോണിയൊന്നും കുഴപ്പമില്ല, ആ മക്കളെ പറഞ്ഞയച്ചിട്ട് പോവാ. എനിക്ക് മോളെ ഒന്നാച്ച് കഴിയണില്ലേ. എൻ്റെ മോന് രാവിലെ ഓടാൻ പോകണം, കുട്ടികൾക്ക് മദ്രസക്ക് പോകണം, സ്കൂൾക്ക് പോകണം. ഇതെല്ലാം കൂടി എനിക്ക് കൈയായിട്ടാണ് മോളെ. എനിക്ക് പഴയ മാതിരി വയ്യ. ഞാൻ പണിയെടുത്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നില്ലേനാ എമ്പാടും തിന്നാൻ. ഞാൻ അവിടെ ഐഷുമ്മാൻ്റെ അവിടെ പോയിക്കാണ്ട് ആ ചിറ്റോടിറ്റ് വലിയൊരു മിറ്റുണ്ട്, അതൊക്കെ ഞാൻ അടിച്ചോരീനു. ആ കണ്ട പാത്രമൊക്കെ മോറീനു, അവിടെയൊക്കെ അടി മേലൊക്കെ അടിച്ചോരി തുടച്ചീനു, പോരാത്ത് വെച്ചുണ്ടാക്കിനു, ഒക്കെ ഞാൻ ചെയ്തിനു. ഇപ്പം എനിക്ക് തടികൊണ്ട് വയ്ക്കണില്ല. കുറച്ച് നേരം പണിയെടുക്കുമ്പോൾ തന്നെ ഒരു തരിപ്പ് വരികയാണ് കാൽമക്കൂടെയും കൈമക്കൂടെയൊക്കെ. പിന്നെയെന്ന് വെച്ചാൽ പയ്യന്മാർ നീച്ച് നിൽക്കാനും ഭക്ഷണം ഒന്നിനും കഴിയണില്ലല്ലോ. അതുകൊണ്ട് മക്കളൊക്കെ പറഞ്ഞയച്ചിട്ട് പോയ പോരെ. ഇവിടെ 12 മണിക്കാണല്ലോ ജോലിക്ക് പോകേണ്ടത്. എനിക്ക് എൻ്റെ കയ്യിൽ പൈസ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോയേ പറ്റൂ, അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വഴി നോക്കേണ്ടി വരും. അത് നിങ്ങൾ എന്തെങ്കിലും തരുമോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഐശ്വര്യം ഇടയ്ക്കിടയ്ക്ക് മാസമൊക്കെ തരലുണ്ടല്ലോ, ആ പൈസയിൽ നിന്ന് കുറച്ചുകൂടി തരും എനിക്ക്. എന്താ ഞാനിവിടെ പണിയെടുക്കാനൊന്നും പോരില്ലല്ലോ, അപ്പം ഞാൻ വാങ്ങറില്ല. ഇവിടെ തരായിട്ടല്ല, എനിക്ക് തരും. എന്താ നിങ്ങൾ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുത്താണെന്നൊക്കെ പറഞ്ഞ് തരായിട്ടല്ല. ഞാനത് വല്ലാതെ വാങ്ങലില്ല. അവിടെ വെറുതെ എനിക്ക് തിന്നുന്ന ഇഷ്ടമില്ല. നിങ്ങൾ കിട്ടണത് അങ്ങനെ കളഞ്ഞോളി. എന്നാൽ അങ്ങനെ ഞാൻ പോവില്ല. നിങ്ങൾക്ക് തരി. എനിക്ക് നിങ്ങൾ മാസത്തിൽ അതിനുള്ള പൈസ അങ്ങോട്ട് തരണം. ഇവിടെ പണിയെടുക്കണതിൻ്റെ പൈസ എല്ലാം തരണം. ശരിക്കും ജമീല താത്ത ഞെട്ടിപ്പോയി. റബ്ബേ, സ്വന്തം വീട്ടിൽ പണിയെടുക്കുമ്പോൾ ആരെങ്കിലും അതിന് കണക്കും കയ്യും പറയുമോ? ഇവിടെ വന്നാലേ എനിക്ക് നടു ഒടിയണ പണിയാണ്. അതെല്ലാം കൂടെ എടുത്ത് എനിക്ക് ആയി കിട്ടൂല. എനിക്ക് വേറെ വല്ല ജോലിക്കും ഞാൻ പോവാണ്. ഏതെങ്കിലും കമ്പനിക്ക് ജോലിക്ക് പോയാലും വേണ്ടില്ല. അല്ലാതെ പെരീത്ത് പണിയെടുക്കാനൊന്നും എന്നെ കിട്ടൂല. എടി, ആ മക്കളെ ആലോചിച്ചിട്ടെങ്കിലും ഇജ് കുറച്ചെങ്കിലും മക്കളെ എനിക്ക് നോക്കിക്കൂടെ? മക്കളെ നോക്കാൻ അവിടെ വല്യമ്മണ്ട്. വല്യമ്മക്ക് അത്ര വയ്യായൊന്നുമില്ല. പിന്നെ എന്നെ കണ്ടാൽ പിന്നെ നിങ്ങൾ അനങ്ങൂല. അതിനുള്ള ഐഡിയ അല്ലേ? അങ്ങനെ നിന്നിട്ടില്ലല്ലോ. ഇജ് ഒന്നെടുക്കുമ്പോൾ ഞാൻ 2 എടുക്കും, അല്ലെങ്കിൽ എൻ്റെ മുഖം എനിക്ക് കാണാൻ കഴിയൂല. പഠിച്ചോനെ, മരക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റബ്ബേ, ഓലൊപ്പം പണിയെടുക്കണം, എന്നെങ്കിൽ തന്നെ ഓൽക്ക് തെളിയുള്ളൂ. നമ്മളൊരു ഭാഗത്ത് ഇരുന്നുകാണ്ട് ഓല് പണിയെടുക്കണമെങ്കിൽ ഓല സ്വഭാവം നമ്മളുകൊണ്ട് അറിയേണ്ടി വരും. പഠിച്ച റബ്ബേ, അല്ലാ വല്ലാവുന്നിടല്ല, അല്ലാണ്ട് കൊണ്ടുപോയിക്കോ. കഴിയൂല അല്ലാ. എന്നാലെങ്കിലും മക്കളെ നോക്കട്ടെ. മക്കളെ വിചാരിച്ച് നോക്കുമ്പോൾ പാവൻ്റെ റഷീദും. ഓനിപ്പോൾ എന്താ കാട്ടുക? ഷെറീനക്കും അഹങ്കാരത്തിന് ഒട്ടും കുറവില്ല. എന്നാൽ ഷെറീനക്ക് അത് സമീറയെക്കുറിച്ച് അറിയാൻ നല്ല ആഗ്രഹമുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ അതാ നേരെ, ഉമ്മയോടൊന്നും പറയാതെ നേരെ അതാ ഐഷുമ്മയുടെ വീട്ടിലേക്ക് ഷെറീന കയറി ചെല്ലുന്നു. താത്ത, ഐഷുമ്മ. അല്ല, ഇതാര്? ഷെറീനെ? ഇങ്ങോട്ട് പോരെ മോളെ, കയറിക്കോ. പൊന്നാര താത്ത, അല്ല ഈ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. എന്താ അപ്പോൾ? അനക്കെന്താ കുട്ടികളെ മക്കളൊന്നും നോക്കൊന്നും വേണ്ടേ? ഈ ഇവിടെ ഇല്ലാന്നോ? പൊന്നാര ഐഷുമ്മ, എന്തെങ്കിലും ഒരു പണിക്ക് നിൽക്കണ്ടേ? ഈ ഓട്ടോറിക്ഷ ഉന്തിക്കൊണ്ട് നടന്ന എന്ത് കിട്ടാനായിമെന്ന്? ഒന്നും കിട്ടൂലേ. എപ്പോഴെങ്കിലും ഓട്ടം ഉണ്ടാവില്ല. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഈ പെരയിൽ നിന്നിട്ട് കാര്യമില്ലല്ലോ. മക്കളെ നോക്കി എന്തെങ്കിലുമൊക്കെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒരാൾ നയിച്ചിട്ട് ഏതായാലും ആയി കിട്ടൂല. അപ്പം എന്തെങ്കിലും ഒരു പണി കിട്ടുമെങ്കിൽ വിചാരിച്ചിട്ട് നോക്കിയൊക്കെ നിൽക്കേനു. എന്നാലിപ്പോൾ ആ മക്കൾക്ക് കയ്യാനുള്ളതൊക്കെ ഓന് കൊണ്ടുവരൂലേ? എന്തിനാ ഇപ്പം ഇത്ര ഇടങ്ങാറാണിത്? എൻ്റെ പൊന്നാര ഐഷുമ്മ, അതുകൊണ്ടൊന്നല്ല. പൈസൻ്റെ വില നമുക്ക് അറിയില്ല. ഞങ്ങൾക്ക് പിള്ളേർക്ക് ഇപ്പം അതിനെക്കുറിച്ച് അറിയില്ല. ഇല്ലാത്ത ഞങ്ങൾ ഇടങ്ങാറാകുകയാണ്. ഞങ്ങൾക്ക് ഒന്നങ്ങോട്ട് തിരിഞ്ഞാൽ പൈസ വേണ്ട. എത്ര വേണം? ഈ വണ്ടിക്കൂലി തന്നെ എത്ര വേണം? വണ്ടിക്കൂലി ആയിട്ടും ഈ കുട്ടികളെ പഠിപ്പിൻ്റെ കാര്യമായാലും ഒരു സാധനം വാങ്ങണമെങ്കിൽ എന്താ പൈസ? അതൊക്കെ ഐഷുമ്മ, പൊന്നാര ഐഷുമ്മ, അതൊക്കെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് സങ്കടം പറയാമെന്ന് വിചാരിക്കരുത്. അതൊക്കെ വലിയ ഇടങ്ങാറിനാണ്. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോട്ടെ വിചാരിച്ച് നിൽക്കുകയാണ്. 10 ഉറുപ്പ്യ കിട്ടിയ അതായില്ലേ. അല്ലാതെ ഈ പെരയിൽ നിന്നിട്ട് ഇപ്പം എന്താ?
അല്ല, ഇന്നിപ്പോൾ ഇവിടെ എന്തേ പരിപാടിയൊക്കെ ഉണ്ടേനോ? ഏ ഇന്നടി മോളെ കുറച്ച് ചോറ് തിന്നോ, ഞാൻ വിളമ്പട്ടെ. ഇത് ക്ഷാമവും കൊടുന്നിരുന്നു. ആ, ചോറില്ലേ? ചോറ് എനിക്ക് ഉമ്മ തന്നിരുന്നു, നിങ്ങൾ കൊടുത്തേച്ച് തയ്ക്കാറല്ലേ? അല്ല, ഇന്നിപ്പോൾ എന്താ ഇവിടെ പരിപാടി? ഏ അല്ല, സെമീറാൻ്റെ വർത്താനം എന്തെങ്കിലും അറിഞ്ഞോ? പിന്നെ അങ്ങോട്ട് വന്നിരുന്നോ? എന്തായി ഓളെ സ്ഥിതി? എന്നാൽ ഷെറീന അത്തരം നല്ല ആളല്ല എന്നുള്ള കാര്യം ഐഷുമ്മ കുറച്ചറിയാം. അതുകൊണ്ട് തന്നെ പറഞ്ഞു, ആ ഓല അങ്ങനെ പോണ്ട്. അല്ല, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഉസ്താദിന് ഓൾക്ക് പിണക്കും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ വേഗം ഉസ്താദിനോട് പറഞ്ഞു ഓടി ഒഴിവാക്കാനിട്ടാ. അങ്ങനെ വെച്ചുകൊണ്ട് എന്നിട്ട് കാര്യമില്ല. ഇനി മക്കളും കുട്ടികളൊന്നും ഉണ്ടാവില്ല, തലയിലൊരു ബാധ്യതയായി മാറും. അത് പിന്നെ അങ്ങനെ ഒന്ന് പറഞ്ഞാണ്ടി. ശരിക്കും ഷെറീനയുടെ വാക്കുകൾ കേട്ട് ഐഷുമ്മ ഒന്ന് ചിരിച്ചു. അതെ, മനസ്സിൻ്റെ ഉള്ളിൽ ഏതായാലും വല്ലാത്തൊരു റഹ്മാനേ, വല്ലാത്തൊരു പുതുമ. ആ പിന്നെ ഇനി സെമീർ ഇങ്ങോട്ട് വരികയാണെങ്കിലും പറഞ്ഞോണ്ടി, ഓനെടങ്ങാറാക്കാൻ അവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞാണ്ടി. കാരണം കുട്ടികളും മക്കളും ഇല്ലാത്തവരും അങ്ങനെ ഏറ്റെടുക്കാക്കുക നല്ലത്. ആ പിന്നെ നിങ്ങളിവിടുത്തെ ചെറിയ മരുവളിപ്പോൾ ഓള് പ്രസവിച്ചാ? നവാസിൻ്റെ രണ്ടാമത്തെ ഓള് പ്രസവിച്ചാ? ഇല്ല, ഡേറ്റൊക്കെ അയക്കണ്. അത് ശരി. അല്ലേ, ഞാൻ നാളിപ്പോൾ ഇങ്ങനെ പറയണ കേട്ടല്ലോ ഓള് ഇവിടെ തെറ്റിപ്പോയിക്കണെന്നോ എന്നൊക്കെ പറയണ കേട്ടല്ലോ. ശരിക്കും ഐഷുമ്മ അത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി. ഷെറീന, എന്തിനാണ് ഇജ്ജ് കണ്ടതും കേട്ടതൊക്കെ പറയാൻ അങ്ങനെ നടക്കണ്? എനിക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ ഞാൻ തരാം. നല്ല കാര്യം മാത്രം പറയാം, അതും ഇതും പറയണ്ട. എല്ലാം പഠിച്ച റബ്ബ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മരിച്ചു പോകേണ്ട തടിയല്ലേ നമ്മൾ? കുറച്ചൊക്കെ നമ്മളെ കാര്യം നോക്കണ്ടേ? അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ കണ്ടതും കേട്ടും പറഞ്ഞു നടന്നിട്ട് എന്ത് കിട്ടാനാ മോളെ? എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. എനിക്ക് എന്താ വേണമെങ്കിൽ കുറച്ച് ചോറ് വിളമ്പിത്തരാം, അല്ലെങ്കിൽ ചായ ഉണ്ടാക്കി തരാം. എന്താ വെച്ചാൽ ഞാൻ തരാം. ഇനിയിപ്പോൾ പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും തരാം ഞാൻ. എന്നാലും ജി കണ്ടതും കേട്ടതും പറഞ്ഞു നടക്കല്ലേ. അല്ല ഐഷുമ്മ, ഞാൻ അറിയായിട്ട് ചോദിച്ചാണ്. അല്ല, നിങ്ങളാ മരുവളായിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ടച്ച് ഇല്ലേ? ഒന്നുമില്ലേ നിങ്ങൾ? എന്തെങ്കിലും കാര്യമായിട്ടാണ് ഞാൻ ചോദിക്കണത്. എന്തെങ്കിലും ഉണ്ടോ പ്രശ്നം? എന്നാൽ ഐഷുമ്മ പറഞ്ഞു, ഇല്ലില്ല, ഒരു പ്രശ്നവുമില്ല, ഒക്കെ റാഹത്ത് തന്നെയാണ്. അല്ലേ, പറയണ കേട്ടു ഒന്നാൾ റുക്കാത്ത എങ്ങനെ എന്തോ ഒന്നാൾ എന്നോട് കണ്ടപ്പോൾ പറഞ്ഞു കേട്ടു ഓല് തമ്മിൽ വലിയൊരു ഇതില്ല എന്നാ തോന്നുന്നത്. ഏതൊക്കെയാവും, പിന്നെ ഞാൻ പോയിട്ടുമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഒരു പ്രശ്നമില്ലേ, അതൊക്കെ നല്ല റാഹത്ത് തന്നെയാണ്. ഏതായാലും പ്രസവം കാര്യങ്ങളൊക്കെ ഇപ്പം അടുത്തുണ്ടാവും ഇൻഷാ അല്ലാ. ഐഷുമ്മ, എന്നാൽ ഞാൻ പോവാണ്. ഞാൻ ഇവിടെ കൂടുതൽ നിൽക്കല്ല. ഞാൻ ഇവിടെ നിന്നാൽ എൻ്റെ അമ്മായിമ്മക്ക് പറ്റൂല. എനിക്കിവിടെ നിൽക്കാൻ പോതില്ലായിട്ടും ഇവിടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പോതില്ലായിട്ടില്ല. എൻ്റെ അമ്മായിമ്മ ഉണ്ടല്ലോ, ജമീല താത്ത, എൻ്റെ അമ്മ ജമീലാൻ്റെ ആ തൊള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിട്ട് കേൾക്കേണ്ടി വരും. അതാണ്, ഞാൻ പോട്ടെ. ഇജ്ജ് പോവടി. എന്നാ എന്തെങ്കിലും കൊണ്ടേക്കോ. ഒന്നും വേണ്ട. ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് എടുത്തുകൊണ്ട് ഒരു കവറിലിട്ട് പറഞ്ഞു, എന്നാ ഇത് കൊണ്ടേക്കോ, കുട്ടികൾക്ക് കൊടുത്താളാ. ഇതൊന്നും വേണമെന്നില്ല. ഏതായാലും നിങ്ങൾ തന്നതല്ലേ, തന്നാൻ വെക്കും. ഇതിനൊന്നല്ല താത്ത ആവശ്യം. നമുക്കിപ്പോൾ ആവശ്യം പൈസക്കാണ്. പൈസ തീരെ കയ്യിലില്ല. അതിങ്ങോട്ട് ആയി കിട്ടണ്ടേ? ഇത് മക്കൾക്കും ഇതിനൊക്കെ ഇങ്ങോട്ട് വേണ്ടി വരെ പഠിപ്പും എല്ലതും കൂടെയൊക്കെ വരുമ്പോഴേ. അല്ലടി, കുട്ടികൾക്ക് പഠിപ്പിൻ്റെ ആവശ്യത്തിന് വെച്ചപ്പോൾ മക്കളൊക്കെ ഗവൺമെൻറ് സ്കൂളിലല്ലേ? ഗവൺമെൻറ് സ്കൂളിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല പൊന്നാര താത്ത. എത്രങ്ങാനും പിരിവും കാര്യങ്ങളാണ് ഈ വരുന്നത്. ഓലിപ്പോൾ എന്താ സ്കൂളിൽ വാർഷികം ഇറങ്ങാണ്ട് അങ്ങനെ ഒരു പിരിവ്, പിന്നെ ഓരോ ഫണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പിരിവ് തന്നെ ഉള്ളു. പിന്നെ പുസ്തകം ബുക്കും എത്രയും, പിന്നെ അവൾക്ക് തിന്നാൻ തന്നെ എത്ര കൊടുക്കണം. ഏതായാലും ഒക്കെപ്പാടെ പൈസ തികയണില്ല. എൻ്റെ പുതിയാപ്പിളിൻ്റെ അടുത്താണെങ്കിൽ അതിന് എപ്പോഴെങ്കിലും ഓട്ടം ഉണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈറാണ് ആലോചിച്ചുകൂടത് അതിൻ്റെ ആ കാര്യം. ഞാൻ ഇറങ്ങട്ടെ. ഏതായാലും നിങ്ങൾക്ക് എന്നും ഇപ്പം എനിക്ക് പൈസ തരാനൊന്നും കഴിയുമല്ലോ. നാളിപ്പോൾ വന്നപ്പോൾ തന്നീലേ. എന്നാ ഇത് കൊണ്ടേക്കോ. ഐഷുമ്മ അകത്തേക്ക് പോയി. ഷെറീനക്ക് ചിരി വന്നു. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഐഷുമ്മ പൈസ എടുത്തരും. അതൊരു നല്ല കാര്യം തന്നെ. അത് ഒന്നുമല്ല, മരുവളടുത്തേക്കൊന്ന് പോയി നോക്കണം. ഏതാ ഒന്നും അറിയാലോ. എന്തോ ഒന്നുണ്ട്, അല്ലാതെ ഇപ്പം ഇങ്ങനെ പോലെ മുണങ്ങി കളിച്ചൂല. എന്തോ ഒന്നുണ്ട്. അങ്ങനെ അതാ ഐഷുമ്മ റൂമിൽ നിന്ന് വരുന്നു. എന്നടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങളെ ബുദ്ധിമുട്ടൊക്കെ തീരട്ടെ. ഞാൻ അതുകൊണ്ട് തിന്നുകൊണ്ടൊന്നും ബുദ്ധിമുട്ട് തീരൊന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ബിസ്മില്ലാഹിർ.
2000 രൂപ, അതെ 4500-ൻ്റെ നോട്ടുകളെടുത്ത് ഷെറീനയുടെ കയ്യിൽ കിട്ടി. ഓ ഇനി മതി, റാഹത്തായി. എന്നാ ഇഷുമ്മ ഞങ്ങൾ പോട്ടെട്ടോ. ആ പിന്നെ കുട്ടികളെ നോക്കി ഇവിടെ നിന്നോണ്ടി. ആ പമ്പറന്നോളെ വെറുതെ ഇടങ്ങാറാക്കണേ. ജമീലത്താത്ത നല്ല ഇടങ്ങാറായിക്കണേ. അതിനെ നോക്കി അവിടെ നിന്നോണ്ടി. അത് ഇക്കാരം നല്ലത്. പണിക്കൊക്കെ പിന്നെ പോവാം, കുട്ടികളൊക്കെ ഒന്ന് വലുതായിട്ട്. പൊന്നാര ഇഷുമ്മ, നിങ്ങൾക്ക് അറിയായിട്ടാണ് ഞങ്ങളെ ബുദ്ധിമുട്ട്. ഞങ്ങൾ അത്രയധികം ബുദ്ധിമുട്ടിലാണ്. എന്നാൽ ഞങ്ങൾ കണ്ണുനീർ തുടക്കുന്ന പോലെ അവൾ അഭിനയിച്ചു. എന്നായിക്കോട്ടെ. അങ്ങനെ അതാ ഫ്രൂട്ട്സും ക്യാഷും ഒക്കെ ആയിട്ട് അവൾ നേരെ ജമീലത്താത്തയുടെ വീട്ടിലേക്ക്. അന്നെ കുറേ വിളിച്ചു, ഇജ്ജ് എവിടെയായിരുന്നു? ഞാൻ ഐഷുമാൻ്റെ അടുത്ത് പോയതേനു. എന്നാലും എൻ്റെ പൊന്നാര ഷെറീന ഒന്ന് പറഞ്ഞു പോകണ്ടേ? ഒന്ന് പറഞ്ഞു പോയെങ്കിലല്ലേ. ഞാൻ ഇപ്പോൾ എവിടേക്ക് എന്നെ തിരഞ്ഞ് എന്താ ഇപ്പം എല്ലാം പറയാൻ. ഞാൻ ഇറങ്ങണ മുഴുവൻ ഇവിടെ രേഖപ്പെടുത്തി ഒപ്പിട്ട് ഇറങ്ങിക്കോളഞ്ഞ് പോരെ നിങ്ങൾക്ക്? പഠിച്ചവനെ ഇവരോടൊന്നും പറയാനും പറ്റൂലല്ലോ. ഏതായാലും റബ്ബേ, ഇവർ വല്ലാത്തൊരു ഇടങ്ങാറാണിത്. എൻ്റെ ഉമ്മയൊക്കെ പറയും, ഞങ്ങളൊക്കെ ഇമ്മൊക്കെ ഞങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഇടത്തിട്ട് നാവ് വലത്തേക്കിടൂലെന്ന് പറയും. അത്രക്കും അങ്ങനെയാണ് ഞങ്ങളൊക്കെ. ഞങ്ങളൊന്നും ഒരു വാക്ക് തിരിച്ചു പറയില്ല. ഉമ്മാരിഞ്ഞിപ്പോൾ എന്ത് തന്നെ പറഞ്ഞാലും തിരിച്ചൊരു വാക്ക് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. എൻ്റെ റബ്ബേ, ഇവലൊക്കെ എന്താണ്, ഇവലൊക്കെ പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഇന്ന മക്കളെ, ഇതാ ഫ്രൂട്ട്സ് ഓൽക്കുള്ളത് ഞാൻ ഇവിടെ എടുത്ത് വെക്കുന്നുണ്ട്. ഇനി ഓൽക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് കൊടുത്തോണ്ടി. അല്ല ഷെറീന, അഞ്ഞിജ് കൊടുക്കുക. ഒരു വൈക്കും കൂടി പോവാണ്ട് പൊന്നാരമ്മ, വേറൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ ആ ഫ്രൂട്ട്സ് നമ്മൾ നല്ല തന്നാൽ നിങ്ങളെടുത്ത് തിന്നണ്ട കേട്ടാ. അതാ കുട്ടിയാൾക്ക് കൊടുത്താണ്ടി വരുമ്പോൾ. ഉമ്മയുടെ മുഖം വല്ലാതായി. അല്ലെങ്കിൽ ഇപ്പം ഞാനങ്ങനെ എടുത്തുള്ളൂ, ഞാനും പോലും തിന്നാതെ മക്കൾക്ക് അത് കൊടുക്കൽ. എന്താ വിളക്ക് ഇങ്ങനെ റബ്ബേ. അപ്പോൾ തന്നെ ഷെറീന അതാ ബാഗും ഇട്ട് ഇറങ്ങുന്നു. നേരെ റാഹിലയെ വിളിക്കുന്നു. ഹലോ എടി, നമുക്കൊരു സ്ഥലം വരെ പോവാണ്ട്. പിന്നെ ശരിക്ക് കറക്റ്റ് ഇതൊന്നും അറിയില്ല, എന്നാലും കുറേയൊക്കെ അറിയാം. പിന്നെ ഇവിടുത്തെ ഐഷുമ്മ താത്താൻ്റെ അനിയത്തി റെജിനത്തുണ്ടല്ലോ, ആ ഓല നമ്പറൊന്ന് കിട്ടിയാൽ കഴിച്ചിലായി. എന്നാൽ പിന്നെ ലൊക്കേഷനൊക്കെ കിട്ടും. അവിടെ എടുത്താണല്ലോ വീട്. നമുക്ക് സൗദൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോവുക. എന്താ? എനിക്കോളെ കണ്ടപ്പോഴേ ഉറപ്പേനു. ഞാൻ അന്ന് അവളെ കല്യാണം കഴിഞ്ഞ് കൂട്ടിക്കൊടുന്നപ്പോഴേ ഓളെ നോട്ടും ഭാവമൊന്നും കണ്ടപ്പോഴേ എനിക്ക് തോന്നിക്കണത് വല്ലാതെ മുന്നോട്ട് പോകില്ല. ആ എന്താ അറിയാമല്ലോ, എന്തൊക്കെ തന്നെയായാലും അത്ര അങ്ങോട്ട് സുഖിച്ച് പുത്തൻ വീട്ട് തറവാട്ടുകാർ കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ അവൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും. കുറേ ആയി തുടങ്ങിയിട്ട്. എന്തായാലും പോയൊക്കെ എന്താ ഏതാന്നൊക്കെ ഉള്ളത്. പിന്നെ പറഞ്ഞു കേട്ടിക്കണ് ഫസീലാണ് തിരിച്ചെടുത്തു എന്നോ അതും പറഞ്ഞു കേട്ടീനോ. സംഭവം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. താത്ത, ഇനിയിപ്പോൾ എന്തിനാ നമ്മൾ അങ്ങോട്ട് പോണത്? അനക്ക് പിന്നെ ഒന്നും പറ്റൂല. അതെ, എന്തെങ്കിലും ചോദിച്ചു നോക്ക് നമുക്ക്. എന്തപ്പോൾ വെറുതെ എന്താ തെറ്റുണ്ടോ അറിയാത്ത രീതിയിൽ പോയി നോക്കുക. പോയിട്ട് ഒന്ന് വർത്താനം അറിഞ്ഞ് പോന്നി എനിക്കിപ്പോൾ എന്താ? പൊന്നാര താത്ത, ഞമ്മക്ക് ഞമ്മളെ പണിയിട്ട് പോയി എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? റാഹില, ഇജില്ലേ ഞാൻ പോയിക്കോളാം. എനിക്ക് അറിയും വയ്യ ചോദിച്ചാൽ എനിക്ക് കഴിയും. ഒരു പേടിയും എനിക്കില്ല. എനിക്കിപ്പോൾ ഇജുണ്ടെങ്കിൽ പോര്. പൊന്നാര താത്ത, വേണ്ടാത്തിന് ഇപ്പോൾ വെറുതെ നിൽക്കണോ? അവർ തമ്മിലും അതിനു വേണ്ടി സൗദിയുടെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറാവുകയാണ്. അതിനുവേണ്ടി ഷെറീന അനിയത്തിയെ വിളിച്ച് സെറ്റാക്കുന്നുമുണ്ട്. എന്നാൽ ഈ സമയം അതാ പുത്തൻവീട് തറവാട്ടിൽ നിന്നും സമീറയും ഉസ്താദും ഐഷുവും. സമീറ പറഞ്ഞു, അത് ഫ്ലാറ്റിലേക്ക് പോകുന്ന വഴിയിൽ, ഇക്ക പിന്നെ ആ എന്താടി, നമുക്ക് ആ ഉമ്മയൊന്ന് കാണാൻ പോയാലോ? ഏതുമ്മേ? അത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഇക്കയോട് വൃദ്ധസദനത്തിലാക്കിയ കഥയൊക്കെ. ഓ അങ്ങനെ. ഓ അതിനെന്താ, നമുക്ക് കാണാൻ പോലെ. നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പോയാലോ? ആയിക്കോട്ടെ. അങ്ങനെ ഏതാ സമീറയുടെ ആഗ്രഹപ്രകാരം അതെ ഷെറീനയുടെയും റാഹിലയുടെയും ഉമ്മയെ അവർ കാണുവാൻ വേണ്ടി പോവുകയാണ് വൃദ്ധസദനത്തിലേക്ക്. കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് ബേക്കറി ഐറ്റംസും എല്ലാം വാങ്ങിയിട്ടാണ് പോകുന്നത്. എന്തൊക്കെ തന്നെയാലും പാവല്ലേ, നരകിച്ച് കഴിയല്ലേ, ഒന്ന് പോയി അല്പസമയം ഒന്ന് കണ്ട് വരാലോ എന്നാണ് സമീറ വിചാരിച്ചിരുന്നത്. അങ്ങനെ അതാ അവരുടെ പേര് ചോദിച്ചറിഞ്ഞ് ആ വൃദ്ധസദനത്തിലേക്ക് എത്തുന്നു. ഓരോരുത്തർ ഓരോ റൂമിലായിട്ടും 1, 2, 3 പേര് അങ്ങനെയൊക്കെ ആയിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട്. എന്നാൽ
അതാ ഓരോരുത്തരുടെ അരികിലേക്ക് അവരുടെ കുടുംബാംഗങ്ങളൊക്കെ വന്ന് എന്തൊക്കെയോ കൊണ്ടുപോയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ഒരു റൂമിൽ ഒറ്റപ്പെട്ട് ഇരിക്കുന്ന വൃദ്ധയായ ഒരു സ്ത്രീ, അതെ, അതിൻ്റെ കണ്ണുകളാകെ മങ്ങിയിരിക്കുന്നു. പ്രതീക്ഷയോടെ അത് പുറത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ആ ജനാലയിലൂടെ തന്നെ തേടി തൻ്റെ മക്കൾ വരും എന്ന് കരുതിയിട്ട് 3 പ്രസവിച്ചിക്കണ്. ആരെങ്കിലും ഒരാൾ വരാതിരിക്കൂലല്ലോ. പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നു. എല്ലാവരുടെയും അടുത്തേക്ക് ആളുകളൊക്കെ വരുമ്പോൾ എല്ലാവരും ചോദിക്കും, അല്ല താത്തേ, ഇങ്ങളടുത്തേക്ക് ആരും വരാനില്ലേ എന്നുള്ളത്. എനിക്ക് 3 മക്കളുണ്ട്, ഓൽക്ക് ഒഴിവില്ലായിട്ടേ വരാത്തത്. ഒഴിവ് കിട്ടിയ ഓല് വരും. ആ വൃദ്ധയായ സ്ത്രീയുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഇല്ല, അതിനെ പറ്റും ഉപേക്ഷിച്ച് തന്നെയാണ്. അങ്ങനെ തീരെ തിരിഞ്ഞു നോക്കാത്ത ആളുകളും കുറേ ഉണ്ട്. അല്ലാ, എന്തൊക്കെ തന്നെയായാലും അതാ സമീറ ആ ഉമ്മയുടെ പേര് കണ്ടുപിടിച്ച് ആ റൂം കണ്ടുപിടിക്കുകയാണ്. പുറത്തെ ജനാലയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അപ്പോഴും അവർ. എന്നാൽ സമീറ അതാ ആ പലഹാരങ്ങളും സാധനങ്ങളുമായിട്ട് ഉമ്മയുടെ അരികിലേക്ക് കടന്നു വന്നു. ഉമ്മ, ആ ഒരു വിളി എവിടെയോ കേട്ട പോലെ തോന്നി. ആരെന്നെ വിളിച്ചത്? ഉമ്മ, ശരിക്ക് കണ്ണങ്ങോട്ട് കാണുന്നില്ല. ഉമ്മ, അസ്സലാമു അലൈക്കും. ഉമ്മക്ക് എന്നെ മനസ്സിലായില്ലേ? ഇത് ആരാ? അല്ല, ഇത് സമീറേ മോളെ. ഉമ്മ എന്നെ മറന്നിട്ടില്ലല്ലേ? എങ്ങനെ മറക്കാനാ? എൻ്റെ മക്കളെ മരുക്കളും എനിക്ക് മറക്കാൻ കഴിയൂലല്ലോ. ഇതുമ്മ, ഞാൻ സമീറയാണ് വന്നത്. ഉമ്മക്കൊരു ഓറഞ്ച് പൊളിച്ച് തരട്ടെ? അത് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതാണ് അവർ കണ്ടത്. അത് എന്നാൽ അപ്പോൾ തന്നെ സമീറ അതാ ഉമ്മാക്ക് അത് പൊളിച്ചു കൊടുക്കുന്നു. കണ്ണീരോടെ അവരത് കഴിക്കുമ്പോൾ ചോദിച്ചു, എൻ്റെ മക്കളെ കണ്ടോ മോളെ ഈ? ഉമ്മ, അത് ഞാൻ കണ്ടിട്ടില്ല ഉമ്മ. പൊന്നു മോളെ, ഈയെങ്കിലും വന്നല്ലോ എൻ്റെ അടുത്തേക്ക് എന്നെ കാണാൻ. മക്കളാരും വന്നില്ലല്ലോ. 3 പെറ്റക്കണ് വിചാരിച്ചു കണ്ട് ഒരു കുട്ടി തിരിഞ്ഞു നോക്കില്ലല്ലോ മോളെ. മോൾക്കെങ്കിലും നല്ല മനസ്സുണ്ടായല്ലോ. അതെ, ആ മാതാവ് അവിടെ പൊട്ടിക്കരയുകയായിരുന്നു സങ്കടത്തോടെ. എന്നാൽ തൊട്ടടുത്തുള്ള കുറച്ച് പ്രായം കുറഞ്ഞ ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഈ താത്താക്ക് ആരുമില്ലേ? ഇവരെങ്ങനെ ഇരുന്ന് പുറത്തേക്ക് നോക്കി കരയണ കാണാം, മക്കളെ കാണണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു കുട്ടി ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. അത് കാണുമ്പോൾ സങ്കടമാണ്. ഞങ്ങൾ പറയും, ഞങ്ങളൊക്കെ ഇവിടെ അല്ലേ, നോക്കാത്ത മക്കൾ എന്തിനാ എന്നൊക്കെ പറയും. എന്നാലും എൻ്റെ മക്കളെ ഞാൻ നോക്കിയതല്ലേ, അവരെന്നെ നോക്കാതിരിക്കൂല എന്നാണ് പറയണത്. അങ്ങനെ പറഞ്ഞ് കരയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് വന്നോടെ മക്കളെ, നിങ്ങൾ മോളായിരിക്കില്ലേ? അവൾ വെറുതെ ഒന്ന് തലയാട്ടി. എന്നാൽ ഈ സമയം അതാ ആ മാതാവ് പൊട്ടിക്കരയുകയായിരുന്നു. സമീറുടെ കൈകൾ പതുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ സമീയെ, പിന്നുണ്ടല്ലോ മോളെ, എൻ്റെ മക്കളാരും എന്നെ നോക്കൂല, എന്നെ തിരിഞ്ഞു നോക്കൂല. മോളെങ്കിലും വന്നല്ലോ. ആ പിന്നെ എൻ്റെ കുട്ടികളോട് പറ്റുന്നുണ്ട്, ഒന്ന് വരാൻ പറയും. കാണാൻ ബോധ്യമായിട്ടാണ്. മരിക്കണതിന് മുമ്പ് ഒരു വട്ടം ഒന്ന് കാണാനാണ് ഞാൻ നൊന്ത് പ്രസവിച്ചെൻ്റെ മക്കളെ. ഒരു വട്ടം കണ്ടാൽ മതി, എന്നിട്ട് മരിച്ചാൽ എനിക്കൊരു സമാധാനമാണ്. മക്കളെ കാണാനുള്ള കൊതി കൊണ്ടാണ്. ഒന്നുമില്ലെങ്കിൽ എൻ്റെ മക്കളല്ലേ, ഞാൻ പെറ്റ മക്കളല്ലേ, ഒന്ന് വരാൻ പറയോ മോളെ? ഉമ്മ, ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ, ഞാൻ പറഞ്ഞോണ്ട് കേട്ടോ, പറയാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. പക്ഷെ സമീറാക്ക് ഭയമായിരുന്നു. പഠിച്ചവൻ ആരോട് പറയാൻ? അവർക്ക് എന്നെ വെറുപ്പാണ്. ഒരിക്കൽ പോലും അവർക്ക് എന്നെ ഇഷ്ടമല്ല. മോളെ ഒന്ന് പറയും, മോളക്ക് കാണാൻ ബോധ്യമായിട്ടാണ്. എന്നാലും എൻ്റെ കുട്ടി വന്നല്ലോ, അവരെ കാണാൻ പറ്റിയില്ലെങ്കിൽ നിന്നെങ്കിലും കണ്ടല്ലോ, അതും വലിയ സന്തോഷം. മോളെ, ഉമ്മാൻ്റെ കുട്ടീനോടൊരു ഒരു കാര്യം പറയാനുണ്ട് മരിക്കണതിന് മുമ്പ്. അത് അതിൻ്റെ മുമ്പായിട്ട് മക്കളോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയണം. വരാൻ പറഞ്ഞിട്ട് ഒന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഒരു മുദ്ര പേപ്പറും വാങ്ങി ഇങ്ങോട്ട് വരണം. ഉമ്മ, അതെന്തിനാ? അതൊക്കെ ഉണ്ട് മോളെ, പറ്റുന്നുണ്ടെങ്കിൽ മക്കളോട് വരാൻ പറയും. മക്കൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെങ്കിലും ഇവിടെ നിന്ന് വരണം കേട്ടോ. മരിക്കണതിന് മുമ്പത്തെ ഒരാഗ്രഹമാണ് അത്. സമീറയുടെ കൈ പിടിച്ചുകൊണ്ട് അതാ ആ ഉമ്മ അങ്ങനെ
പറയുകയാണ്. എന്നാൽ ഈ സമയം ഉസ്താദ്, ഷമി, ആ ഇക്ക ഞാൻ ഇപ്പോൾ വരാം. ആ മോളെ, ആരാ? നാസർ വന്നോ? എൻ്റെ കുട്ടിയെ നാസർ ഉപദ്രവിക്കാറുണ്ടോ ഇപ്പോൾ? ഉപദ്രവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഓൻ്റെ അടുത്ത് നിൽക്കരുത് കേട്ടോ. എങ്ങോട്ടെങ്കിലും ഇത് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഓൻ്റെ അടുത്ത് നിൽക്കരുത് കേട്ടോ. ആ മാതാവ് അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, എങ്ങനെ അറിയാനാ? അല്ലെങ്കിലും ഉസ്താദ് സമീറയെ കല്യാണം കഴിച്ചതും അവൾ ഗർഭിണിയായതും എല്ലാം. എന്നാൽ ആ ഉമ്മയോട് അത് തുറന്നു പറയണമെന്ന് അവൾക്ക് തോന്നിപ്പോയി. ഉമ്മ, ഞാനിപ്പോൾ നാസർഖാൻ്റെ കൂടെ അല്ല ജീവിക്കുന്നത്. എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിന് ശേഷം ഉമ്മ എനിക്ക് പുത്തൻവീട് തറവാട്ടിലെ ഐഷുമ്മ ഒരു കല്യാണം ഉണ്ടാക്കി. അങ്ങനെ ഇപ്പം ഞാൻ വേറൊരു ഭർത്താവിൻ്റെ, എൻ്റെ ഉസ്താദിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത്. എന്നാൽ അത് പെട്ടെന്ന് ഉസ്താദ് അങ്ങോട്ട് കടന്നു വന്നു. മോളെ, ഇതാണ് ഉമ്മ. ആ ഉമ്മ, അതെ. ഉസ്താദ് വരുന്നത് കണ്ട് ശരിക്കും അവർ ഒരു നിമിഷം നോക്കിപ്പോയി. മോനെ, എൻ്റെ കുട്ടികൾ ഏതായാലും വരൂല, നിങ്ങളെങ്കിലും വന്നല്ലോ, വലിയ നിയമത്ത് ദുആ ചെയ്യണം. ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി കൂടുതലൊന്നും ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അതെനിക്ക് പറയാനുള്ളൂ. പറ്റുന്നുണ്ടെങ്കിൽ സമീറാനെയും കൊണ്ടൊന്ന് വരണം കേട്ടോ എൻ്റെ അടുത്തേക്ക്. എൻ്റെ മക്കൾ വിളിച്ചാൽ വരൂല, നിങ്ങളെങ്കിലും വരി കേട്ടോ. ആ മാതാവ് വളരെയധികം അവശയായിട്ടാണ് ആ കാര്യം പറഞ്ഞത്. എന്തായിരിക്കും ആ ഉമ്മ സമീറയോട് പറഞ്ഞത്? എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അറിയുമെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.